ചെങ്ങണ്ടയിലുള്ള പാളയം ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ലൊരു ഊണ്, നമ്മുടെ വീട്ടിലെ പോലത്തെ ഏറ്റവും നല്ലൊരു ഊണാണ് ഇവിടെ കിട്ടുന്നത്. കൂടുതലും മത്സ്യവിഭവങ്ങളാണുള്ളത്. ചെങ്ങണ്ട പാലത്തിൻ്റെ തെക്കേക്കരയിൽ നിന്ന് പടിഞ്ഞോട്ട് ഒരു 25 മീറ്റർ പോകുമ്പോഴാണ് പാളയത്തിൽ ഹോട്ടൽ. കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഹോട്ടലാണ്, യുവാക്കളുടെയും. കാരണം പോക്കറ്റ് കീറാതെ നമുക്ക് നല്ല അന്തസ്സായി നല്ല മീൻ വിഭവങ്ങളോടെയുള്ള നല്ല ഗംഭീരനൊരു ഊണ് കഴിച്ചിട്ട് പോകാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതും വയറ് നിറച്ച് മനസ്സ് നിറച്ച്. അപ്പോൾ നമ്മൾ ഉച്ചയൂണിൻ്റെ പാളയത്തിൽ എത്തിയിരിക്കുകയാണ്. ചേർത്തല ചെങ്ങണ്ട പാലത്തിന് കീഴിലുള്ള പാളയം ഹോട്ടലിലെ തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഉച്ചയൂണാണ്. കടൽ കായൽ മത്സ്യവിഭവങ്ങളാണ് ഇവിടുത്തെ ആകർഷണീയം. 70 രൂപയേ ഉള്ളൂ ഊണിന്. അതിൽ തന്നെ എത്രത്തോളം കറികളുണ്ട്. കൂട്ടുകറികളെല്ലാം ആവശ്യത്തിന് വിളമ്പി കൊടുക്കുന്ന, വയറ് നിറച്ച് 70 രൂപയ്ക്ക് വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് മീൻ വറുത്തതുണ്ട്, കക്കാർച്ചിയുണ്ട്, പിന്നെ അവിയലുണ്ട്, സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, മോരുണ്ട്, അച്ചാറുണ്ട്. അങ്ങനെ ആവശ്യത്തിലേറെ കറികളുടെ ഒരു കൂട്ടം തന്നെ 70 രൂപയ്ക്ക് നമുക്ക് ലഭ്യമാണ്. സാധാരണക്കാർക്കും സാമ്പത്തികമുള്ളവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങളാണ്. വളരെ രുചികരമായ വിഭവങ്ങളാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന നമുക്ക് കിട്ടാക്കനിയായി എന്നിരിക്കുന്ന പള്ളത്തി വറുത്തത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ഇവരിവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകരാണ്. ഇവിടുത്തെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഈ പള്ളത്തി വറുത്തതാണ്. കർമുറാന്ന് കടിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ്. എല്ലായിടത്തും ഇത് കിട്ടത്തില്ലെന്നാണ് അവരുടെ അഭിപ്രായം. ഈ 70 രൂപ ഊണിൻ്റെ കൂട്ടത്തിൽ മീൻ വറുത്തതും കക്കാർച്ചിയും മറ്റു കൂട്ടുകറിയും കൂടാതെ അടിപൊളി കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിയും ലഭ്യമാണ്. ഇവിടെ സ്ഥിരം വരാറുള്ളതാണ് കേട്ടോ. എങ്ങനെയാണ് ഫുഡൊക്കെ? അടിപൊളിയാണ്. പ്രൈസൊക്കെ എങ്ങനെ കൺഫർട്ടാണ്? കുറഞ്ഞ ഏറ്റവും നല്ലത് എങ്ങനെയുണ്ട് വീട്ടിലെ ഊണ്? ഇതായിട്ടൊക്കെ ഒരു വ്യത്യാസം നമ്മുടെ വീട്ടിലെ പോലെ തന്നെ അല്ലേ? ഉച്ചയൂണ് കഴിഞ്ഞ് വളരെ സംതൃപ്തിയോട് പോകുന്ന ഈ മുഖങ്ങൾ തന്നെയാണ് പാളയം ഹോട്ടലിൻ്റെ മുതൽക്കൂട്ട്.